നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കൊണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തീർന്നിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചിരുന്നത് ലിവറേജാണ്. ലിവറേജിൻ്റെ പ്രോബ്ലമാണ്. ലിവറേജിൻ്റെ പ്രോബ്ലംസ് കൂടെ എൻ്റെ അകത്തുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പം അതിന് മുമ്പായിട്ട് ലിവറേജ് എന്താണെന്നൊന്ന് പറയാം. ലിവറേജ് എന്ന് പറഞ്ഞാൽ ഫേംസ് എബിലിറ്റി ടു യൂസ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് ടു മാഗ്നിഫൈ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് ടു മാഗ്നിഫൈ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഫേംസ് എബിലിറ്റി ടു യൂസ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് ടു മാഗ്നിഫൈ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അതായത് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇക്വിറ്റി ഷെയർ, ഡിബെഞ്ചർ, ലോണ്, ഇതെല്ലാം ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സാണ്. ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിവറേജിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് ബേസിക്കായിട്ട് വരുന്നത്. അതായത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഉണ്ടാവും, ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസും ഉണ്ടായിരിക്കും. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷന്, റെൻറ്റ്, ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, അത് കൃത്യമായിട്ട് എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കണം അല്ലേ. അത് ഒരു മാസം പോലും അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. ഡിപ്രീസിയേഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓർഗനൈസേഷൻ സ്ഥിരമായിട്ട് മീറ്റ് ചെയ്യേണ്ട എക്സ്പെൻസാണ്. ഇനി ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും വരും, അതുപോലെ തന്നെ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസും വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഉണ്ടാകും, അതുപോലെ തന്നെ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസും ഈ ലിവറേജിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഈ ലിവറേജ് തന്നെ നമുക്ക് 3 തരത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്, രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ലിവറേജ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സാണ്. ഒരു ഫോഴ്സ് എക്സർട്ട് ചെയ്തുകൊണ്ട് എന്താണ് അവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസും വരും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇതും വരും, രണ്ടെണ്ണവും വരും. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസും വരും. ഇനി അപ്പോൾ ഇത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എങ്ങനെയാണ് നമ്മൾ കൂട്ടുന്നത്, എങ്ങനെയാണ് അവരുടെ ഏണിങ്സ് പെർ ഷെയർ EPS എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റഡി ചെയ്യുന്നത്. ഇത് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, 2 ഫിനാൻഷ്യൽ, പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് കമ്പൈൻഡ് ലിവറേജ്. ഇനി ഒന്നാമത്തേത് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേംസ് എബിലിറ്റി ടു യൂസ് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ്, അതായത് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും. അത് ഫിക്സഡ് ആണല്ലോ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞിപ്പം എക്സാമ്പിൾ 9% പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 9% ആണ് അവരുടെ ഡിവിഡൻഡ്. 10% ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ 10% ആണ് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫേംസ് എബിലിറ്റി ടു യൂസ് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ടു മാഗ്നിഫൈ ദി എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ എബിറ്റ് ഓൺ ഫേംസ് EPS. അതായത് എബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമുക്ക് എബിറ്റ് എന്താണെന്നുള്ളത് അറിയാം. എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന മാറ്റം വഴി എന്ത് ചെയ്യാൻ പറ്റും, EPS കൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. എബിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം EPS ഓൾസോ ഇൻക്രീസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ് വേറൊരു തരത്തിൽ പറഞ്ഞിരിക്കുന്നു. കോമ്പിനേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിനെ നമുക്ക് എന്ത് പറയാം, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയാം. പറഞ്ഞ് മനസ്സിലായല്ലോ.
കോമ്പിനേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂട്ടത്തിൽ ഡിബഞ്ചറോ ഡെറ്റോ എല്ലാം ചേർക്കുക. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ ഡിബഞ്ചറോ അല്ലെങ്കിൽ ബാങ്ക് ലോണോ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ്, അതായത് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഉൾപ്പെടുത്തുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂട്ടത്തിൽ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഉൾപ്പെടുന്ന സെക്യൂരിറ്റീസ്, അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസിനെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതിനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഈ ലിവറേജ് തന്നെ ഇപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എബിറ്റ് കൂടുമ്പോൾ EPS കൂടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുന്നത്. എബിറ്റ് കൂടുമ്പോൾ, എബിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അത് കൂടുമ്പോൾ ഏണിങ്സ് പെർ ഷെയർ ആർക്കാണ് കിട്ടുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആണ് അല്ലേ. അപ്പോൾ ഷെയർസ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടും. അതിനെയാണ് നമ്മൾ EPS എന്ന് പറയുന്നത്. ഇനി ഈ ലിവറേജ് തന്നെ ഫേവറബിൾ ലിവറേജും ഉണ്ട്, അൺഫേവറബിൾ ലിവറേജും ഉണ്ട്. ഈ ഫേവറബിൾ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ഗ്രേറ്റർ ദാൻ ഫിക്സഡ് ചാർജ്, അതായത് ഈ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും മിച്ചമായിട്ട് പ്രോഫിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് ഫേവറബിൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നാണ് പറയുന്നത്. അൺഫേവറബിൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണിങ്സ് കൊടുക്കാനായിട്ട് കാണത്തില്ല, അതായത് ഫിക്സഡ് ചാർജസ്, അതായത് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ കൊടുക്കാൻ മാത്രമേ അവിടെ തികയുന്നുള്ളൂ എങ്കിൽ ആ ഒരു സാഹചര്യത്തിന് നമ്മൾ അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്. ഈ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എബിറ്റ് ബൈ EBT, അതായത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കുന്നതിന് മുമ്പുള്ള ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് EBT എന്ന് പറയുന്നത്. EBT നമ്മൾ സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എബിറ്റ് കിട്ടുന്നത്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർ ആകും കേട്ടോ. ഇനി അടുത്തത് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേംസ് എബിലിറ്റി ടു യൂസ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് ഇത് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നത് ഡിവിഡൻറ്റ്, അതായത് ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ കൊടുക്കുന്നതാണ്. ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നതെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ അകത്ത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൊടുത്തിട്ട് ടു മാഗ്നിഫൈ ദി എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ സെയിൽസ്, അതായത് ഇതിൻ്റെ അകത്ത് നോക്കുന്നത് ഇതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ അകത്ത് നോക്കുന്നത്. അതായത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് റെൻറ്റ്, സാലറി, ഡിപ്രീസിയേഷന്, ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. ഇതെല്ലാം കൊടുത്തതിന് ശേഷവും സെയില് കൂടുന്നുണ്ടോ, അതായത് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ എന്നാണ് നമ്മൾ സെയിൽസ് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾക്ക് ഓർഗനൈസേഷനിലേക്ക് പ്രോഫിറ്റ് വരുന്നുണ്ടോ എന്നാണ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും അത് ക്ലിയർ ആവും. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ബൈ എബിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ല, ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ബൈ എബിറ്റും ഞാനിവിടെ ഇക്വേഷൻ എഴുതിയപ്പോഴത്തേക്കും നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ബൈ EBT ആണ് കേട്ടോ. അതേസമയം ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിൽ എബിറ്റ് ബൈ EBT, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ബൈ EBT കേട്ടോ. എബിറ്റ് കോൺട്രിബ്യൂഷൻ ബൈ എബിറ്റ് ആണ്. ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഡിഗ്രി ഓഫ് ലിവറേജ് ആണ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ സെയിൽസ് കൂടുന്നുണ്ടോ എന്ന് നോക്കും. അതായത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെൻറ്റ്, സാലറി ഒക്കെ എന്തായാലും മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ് ഒരു ഓർഗനൈസേഷൻ്റെ. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സെയിൽസ് കൂടുന്നുണ്ടോ, സെയിൽ കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തത് കമ്പൈൻഡ് ലിവറേജ് ആണ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഫേംസ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ടോട്ടൽ സ്ട്രെങ്ത് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ കമ്പൈൻഡ് ലിവറേജിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും പഠിച്ചു കഴിഞ്ഞാൽ കമ്പൈൻഡ് ലിവറേജ് എളുപ്പമാണ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതിയിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/EBT, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ EBIT/EBT ആണ്. അപ്പം അത് തമ്മിൽ എബിറ്റ് തമ്മിൽ വെട്ടിപ്പോവും. പിന്നെ നമുക്ക് വരുന്നത് കോമ്പോസിറ്റ് ലിവറേജ് എന്ന് പറയുന്നത് C/EBT ആണ്. ഓക്കെ, എന്ന് പറയുന്ന പോലെ തന്നെ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജും നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കൂടെ നമ്മുടെ ഇക്വേഷൻ എഴുതിയിട്ട് രണ്ടും വെട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS/പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമാറ്റ് ഒന്ന് പഠിച്ചിരിക്കണം. ഈ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ അകത്ത് ഇത് രണ്ടും കൂടെ ചേർന്ന ഫോർമാറ്റാണ്. പഠിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടെ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഓപ്പറേറ്റിംഗ് ലിവറേജും ഇവിടം തൊട്ട് ബാക്കിയുള്ളത് ഫിനാൻഷ്യൽ ലിവറേജുമാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജും താഴോട്ടുള്ളത് ഫിനാൻഷ്യൽ ലിവറേജുമാണ്. ഇത് ഫിനാൻഷ്യൽ ലിവറേജ് ഇവിടം തൊട്ട്. ഇത് നോക്കിയേ, നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ് C/EBIT. അപ്പോൾ നമ്മൾ നോക്കുക, ഫോർമാറ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സെയിൽസ് അല്ലേ, സെയിൽസിൻ്റെ വാല്യൂ കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ VC എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ അതിന് കിട്ടുന്ന ഇത് ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്ന തുകയെന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയും. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കും. ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതിന് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയും, അതായത് EBITDA. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പം ഇവിടം വരെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇവിടം വരെ. ഓക്കെ, ഇത്രയും വരെ EBIT വരെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ആണ്. ഇനി ഇവിടുന്ന് താഴോട്ട് വീണ്ടും ഇവിടം വരെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് തുടങ്ങുന്നതും എവിടുന്നാണ്? നമ്മുടെ ഇവിടുന്നാണ് ഫിനാൻഷ്യൽ ലിവറേജ് തുടങ്ങുന്നത്. EBIT-ൽ നിന്നാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജും തുടങ്ങുന്നത്. പറഞ്ഞ് മനസ്സിലായി? ഓപ്പറേറ്റിംഗ് ലിവറേജ് തീരുന്നതോ എവിടെയാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അവിടെ കൊണ്ട് നിൽക്കും, അതായത് EBIT ആണ്. അവിടുന്ന് വീണ്ടും നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് തുടങ്ങുക. അപ്പോൾ ഈ കിട്ടുന്ന EBIT-ൽ നിന്ന് നമുക്കപ്പം പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തരും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കും. ഇൻട്രസ്റ്റ് എന്തിനാണ്? ഇൻട്രസ്റ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ, പ്രിഫറൻസോ ഇക്വിറ്റിയോ ഇൻട്രസ്റ്റ് വരുന്നത് ലോണ് ഡെപ്റ്റ് ക്യാപിറ്റലിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ബാങ്ക് ലോണോ ഡിബെഞ്ചറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് കുറയ്ക്കും. അത് കുറച്ച് കിട്ടുന്ന സാധനമാണ് EBT എന്ന് പറയുന്നത്, അതായത് ഏണിങ്സ് ബിഫോർ ടാക്സ് ആണ്. ഇനി അതിൽ നിന്ന് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് നമ്മൾ കുറയ്ക്കും. അപ്പോൾ നമുക്ക് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇനി അതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ടാക്സ് കുറച്ചതിൽ നിന്നാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ സെയിൽസ് വേരിയബിൾ കോസ്റ്റ് കുറച്ചു, അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്ന EBIT-ൽ നിന്നും വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് കുറച്ചു, പിന്നെ എന്ത് ചെയ്തു? ടാക്സ് കുറച്ചു, പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്, അതും കുറച്ച് കിട്ടുന്നതിന് നെറ്റ് ഇൻകം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് EPS കൂടെ അറിയണം. EPS = നെറ്റ് ഇൻകം ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നെറ്റ് ഇൻകം, അതായത് ഈ കിട്ടിയ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ എത്ര ഇക്വിറ്റി ഷെയർസ് ആണോ അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഏണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. ഇതിൻ്റെ ബേസിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് മൂന്നും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പറേറ്റിങ്ങും ഫിനാൻഷ്യലും കമ്പൈൻഡ് ലിവറേജ് എന്താണെന്നൊന്ന് പറഞ്ഞു. ഇനി പ്രോബ്ലംസിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 10,000 ഇക്വിറ്റി ഷെയർസാണ്. എണ്ണം 10,000 നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസാണ്. അതിന് ഒരു ഷെയറിന് 100 രൂപ വെച്ച്.
അതുപോലെ തന്നെ ആൻഡ് 5,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. 5,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. ദി ഓപ്പറേറ്റിംഗ്, അപ്പം അവിടെ ഡെപ്റ്റ് ഉണ്ട് അല്ലേ, അതായത് 9% ഡിബഞ്ചേഴ്സ് ഉണ്ട്. 5000 ഡിബഞ്ചർ ഉണ്ട്. ഒരു ഡിബഞ്ചറിന് 100 രൂപ വെച്ച് 9% ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 ലാഖിൻ്റെ 9% ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട്. ഇനി ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഡ്യൂറിങ് ദ ഇയർ ഈസ് ₹3 ലാഖ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഏതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ല, സെയിൽസോ വേരിയബിൾ കോസ്റ്റോ ഫിക്സഡ് കോസ്റ്റോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കിയത്, ഇവിടെ നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ തന്ന ഫോർമാറ്റിൻ്റെ അകത്ത് രണ്ടാമത്തേത്, ആദ്യത്തെ പോർഷൻ്റെ ഡേറ്റയൊന്നുമില്ല. നമുക്കുള്ളത് ഏതാ, എബിറ്റ് മുതൽ താഴോട്ടുള്ള ഇൻഫർമേഷൻ്റെ ഡേറ്റയാണ്. അതായത് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമാറ്റ് എടുത്ത് വെക്കുക. അതിൻ്റെ അത് ആദ്യത്തെ ഐറ്റം എബിറ്റ് ആണ്, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിനുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. 3 ലാഖ് റുപ്പീസ് ആയിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, കണ്ടോ. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ്, അടുത്ത ഐറ്റം എന്തായിരുന്നു, ഇൻട്രസ്റ്റ് കുറയ്ക്കണം അല്ലേ. ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പം, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഏതിനാ, ഡിബഞ്ചറിനാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അല്ലേ. ഡിബഞ്ചറിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് സാധാരണ കൊടുക്കുന്നത്. 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ 5,000 × 100 5 ലാഖ് അല്ലേ. 5 ലാഖിൻ്റെ 9% ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ലെസ് 45,000 നമ്മൾ കുറച്ചു അല്ലേ. ഈ കാണിക്കുന്ന സിമ്പിളേ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അത് കുറയ്ക്കാനുള്ളതെന്നാണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 2,55,000 ആണ്. ഇനി നമ്മുടെ ഫോർമാറ്റ് വെച്ചിട്ട് നമുക്കിവിടെ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് കുറയ്ക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ടാക്സ് റേറ്റ് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കുറയ്ക്കാനായിട്ട് ഇല്ല. 2,55,000 അല്ലേ, 2,55,000. ഇനി നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും അതിൻ്റെ അകത്ത് കുറയ്ക്കാനായിട്ടില്ല, 2 ഐറ്റമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എബിറ്റ് ബൈ ഇബിറ്റ്. എബിറ്റ് എത്രയാണ്, 3 ലാഖ് ഡിവൈഡഡ് ബൈ 2,55,000. അങ്ങനെ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.17 എന്നാണ്. 1.17 ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഹിയർ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അപ്പോൾ നമുക്കിവിടെ അറിയാം വാല്യൂ 1-നേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എന്താ അർത്ഥം, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫിനാൻഷ്യൽ ലിവറേജ് എന്നതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ദെയർ എക്സിസ്റ്റ് എന്ത്, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഉദ്ദേശം എന്താണ്, സെയിൽസ് കൂടുന്ന വഴി നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടി എന്നാണ് നമ്മുടെ നിഗമനം. അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, കാരണം വാല്യൂ എത്രയാണ്, 1-നേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ഫോർമാറ്റ് ഓർമ്മ വരണം, ഏത് ഫോർമാറ്റാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുക, അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, എ ലിമിറ്റഡ് പ്രപ്പോസ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്റ്റ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹10 ലാഖ്. കമ്പനി അറ്റ് എ കോസ്റ്റ് ഓഫ് ₹10 ലാഖ്, അതായത് പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ കോസ്റ്റ് 10 ലക്ഷം രൂപ. കമ്പനി ഹാസ് 2 ഫിനാൻസിങ് സ്കീം, 2 സ്കീംസാണ് മുമ്പിലുള്ളത്. അതിൽ ഒന്നാമത്തെ സ്കീം എന്ന് പറഞ്ഞാൽ സ്കീം 1 എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ചും ആൻഡ് 12% ലോൺ ഓഫ് ₹4 ലാഖ്. ഒരു സ്കീമിൻ്റെ അകത്ത് 60,000 ഇക്വിറ്റി ഷെയറും 10 രൂപ വെച്ചുള്ള 60,000 ഇക്വിറ്റി ഷെയറും, മറ്റേതിൻ്റെ അകത്ത് രണ്ടാമത്തെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലോണും കൂടെ 12% ലോണും. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ സ്കീം എന്ന് പറഞ്ഞാൽ 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ചും അതിൻ്റെ കൂട്ടത്തിൽ 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹7 ലാഖും ഉണ്ട്. കമ്പനി ഓൾറെഡി ഇഷ്യൂ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. നേരത്തെ തന്നെ ഒരു 10,000 രൂപ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 10 രൂപ വെച്ചിട്ടുള്ള 10,000 രൂപ നേരത്തെ തന്നെ മാർക്കറ്റിലുണ്ട്. കമ്പയർ ദ സ്കീംസ് ആൻഡ് സജസ്റ്റ് വിച്ച് വൺ ഈസ് ബെറ്റർ ടു മാഗ്നിഫൈ EPS. അപ്പോൾ 2 സ്കീമും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ഈഫ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് വുഡ് ബി 5 ലാഖ്
Assume corporate tax rate 35%. Also calculate EPS. Then company makes a loss of 2 lakhs. അപ്പോൾ നമുക്ക് രണ്ട് കേസാണ് ചെയ്യേണ്ടത്. ഒന്ന് പ്രോഫിറ്റ്, രണ്ടാമത്തെ ലോസും ചെയ്യണം. പറഞ്ഞ് മനസ്സിലായല്ലോ. രണ്ട് കാൽക്കുലേഷൻ നമുക്കവിടെ ചെയ്യണം. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. നമുക്ക് പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നൊരു കോളം, പിന്നെ അടുത്ത കോളം എന്ന് പറയുന്നത് സ്കീം 1ഉം സ്കീം 1, സ്കീം 2, സ്കീം 2. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം നമുക്ക് പ്രോഫിറ്റ് ഇങ്ങനെ തന്നേക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റിന് മുമ്പുള്ള ഫോർമാറ്റിനകത്ത് പ്രോഫിറ്റ് എബിറ്റിന് മുമ്പുള്ള കാര്യം വേണ്ട, ഇതിൻ്റെ അകത്ത് എബിറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ എടുക്കണ്ടേ, നമ്മുടെ ഫോർമാറ്റ് വെച്ചിട്ട് എബിറ്റ് കൊടുക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അങ്ങനെ തന്നിട്ടുണ്ട്, എത്രയാണ് 5 lakh രണ്ടും. അപ്പോൾ നമുക്ക് എത്രയാണ് കൊടുക്കേണ്ടത്, രണ്ട് പേർക്കും എന്ത് കൊടുക്കും, 5 lakh എന്ന് കൊടുക്കും. രണ്ട് സ്കീമിനും 5 lakh കേട്ടോ. 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്നാ കിട്ടുമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. 5 ലക്ഷം രൂപ പ്രോഫിറ്റ് നമ്മൾ 5 ലക്ഷം രൂപ കൊടുത്തു. ഇനി അടുത്ത എന്താണ്, സ്കീം 1ൻ്റെ അകത്ത് നോക്കി, ഇഷ്യൂ ഓഫ് 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each ആൻഡ് ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഇല്ല, ഇക്വിറ്റി ഷെയർസിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് വരുന്നില്ല. 12% ലോൺ ഓഫ് ₹4 lakh. അപ്പോൾ സ്കീം 1ൻ്റെ അകത്ത് 12% ലോണുണ്ട്. അതായത് നമുക്കിവിടെ എങ്ങനെ കൊടുക്കും, ലെസ് അല്ലേ. എബിറ്റിന് നമ്മൾ ആദ്യം എന്താ കുറയ്ക്കേണ്ടത്, ഇൻട്രസ്റ്റ്. രണ്ട് സ്കീം വേണം. ഒന്നാമത്തെ സ്കീമിൻ്റെ അകത്ത് 12/100 × 4 ലക്ഷം ഒരെണ്ണം. പിന്നെ ഇത് സ്കീം 1. സ്കീം 2ൻ്റെ അകത്ത് നോക്കിയാൽ 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each along with 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹7 lakh. അപ്പം 10/100 × 7 lakh അല്ലേ. അപ്പോൾ എത്ര കിട്ടും, സ്കീം 1ൽ നിന്ന് നമ്മൾ 48,000 ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ഇനി സ്കീം 2ൽ നിന്നും എത്രയാണ് കുറയ്ക്കണ്ടേ, സ്കീം 2ൽ നിന്നും 70,000 നമ്മളിവിടെ കുറയ്ക്കും. 70,000 നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ടു. അപ്പം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തേത് 5 lakhൽ നിന്ന് 48,000 കുറച്ചു. അതുപോലെ തന്നെ 5 lakhൽ നിന്ന് സ്കീം 2ൽ നിന്ന് 70,000 കുറച്ചു അല്ലേ. 48,000 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും, 4,52,000 വരും. ഇവിടെയോ, ഇവിടെ 4 lakh, ഇവിടെ 30,000 വരും. 4,30,000. ഇനി എന്താ ചെയ്യേണ്ടത്, അത് കുറച്ച് കിട്ടുന്ന തുക നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താണ്, ഈ കിട്ടിയ തുകയെന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇത് കുറച്ച് കിട്ടുന്ന ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്, ഏണിങ്സ് ബിഫോർ ടാക്സ് ആണ് അല്ലേ, ഈ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ നമ്മുടെ എബിറ്റ്, ഈ ബി ടിന്ന് നമ്മളിനി എന്ത് കുറയ്ക്കണം, ലെസ്. നമുക്ക് ഇവിടെ ഒരു ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് കണ്ടോ. ടാക്സ് റേറ്റ് എത്രയാണ്, 35% അവിടെ പറയുന്നുണ്ട്, 35%. അപ്പോൾ നമുക്കിവിടെ വീണ്ടും ലെസ് എന്താണ്, ടാക്സ് കുറയ്ക്കണം. എത്രയാണ്, അറ്റ് ദ റേറ്റ് ഓഫ് 35%. അപ്പോൾ രണ്ടു പേർക്കും ടാക്സ് 35% വെച്ച് നമ്മൾ ടാക്സ് കുറച്ചു. 4,52,000ൻ്റെ 35% എന്ന് പറഞ്ഞാൽ 1,58,200 ആണ്. 35,000 എടുക്കുമ്പം 200 ആണ്. അതായത് ഇതെങ്ങനെ എടുത്തത്, 4 lakh സ്കീം 1ൻ്റെ 4,52,000 × 35%. സെയിം വേ 4,30,000ൻ്റെ 35% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സ്കീം 2 കിട്ടും. ഇത് സ്കീം 1, ഇത് സ്കീം 2 കേട്ടോ. അപ്പോൾ നമ്മുടെ 4,30,000ൻ്റെ 35% എന്ന് പറഞ്ഞാൽ 1,50,500 ആണ്. 1,50,500. അപ്പോൾ ഈ തുകയെ നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കുറച്ച് കിട്ടുന്ന തുകയെന്ന് പറയുന്നത് എന്താണ്, ടാക്സും കുറച്ച് ഇൻട്രസ്റ്റും കുറച്ച്. അപ്പോൾ ഈ കിട്ടുന്ന തുക ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ്. ശരിയല്ലേ, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ 2,93,800 ആണ് ഇവിടെ വരുന്നത്.
93,800. അതേസമയം സ്കീം 2-ന് 2,79,500. നമുക്കിവിടെ EAT ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടി അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, കമ്പയർ ദ സ്കീംസ് ആൻഡ് സജസ്റ്റ് വിച്ച് വൺ ഈസ് ബെറ്റർ ടു മാഗ്നിഫൈ EPS എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഏതാണ് ഈ സ്കീം 1 ആണോ സ്കീം 2-ലാണോ EPS കൂടുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. EPS ഈസ് ഈക്വൽ ടു EPSൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? EPS ഈസ് ഈക്വൽ ടു EAT ബൈ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ്റെ അകത്ത് എഴുതി നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ നമുക്ക് EAT നമുക്കറിയാം. ഒന്നാമത്തേൻ്റെ EAT എന്ന് പറഞ്ഞാൽ 2,93,800 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഇക്വിറ്റി ഷെയർസ് എത്രയായിരുന്നു? 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ചും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഒരു 60,000 ഉണ്ട്. പ്ലസ് നേരത്തെ ഒരെണ്ണം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കണ്ടോ, കമ്പനി ഓൾറെഡി ഇഷ്യൂഡ് 1 lakh, 10,000 അല്ല 1 lakh ആണ്. കമ്പനി ഓൾറെഡി ഇഷ്യൂഡ് 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ്. ഞാൻ മുമ്പേ ക്വസ്റ്റ്യൻ്റെ അകത്ത് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ 1 lakh ആണ്. 1 lakh ആക്കി പ്ലസ് 1 lakh. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇക്വിറ്റി ഷെയർസ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് സ്കീം 1-ൻ്റെ അകത്ത് എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന 60,000 ഇക്വിറ്റി ഷെയർ കൂടാതെ ഓൾറെഡി മാർക്കറ്റിൽ കണ്ടോ, കമ്പനി ഓൾറെഡി ഇഷ്യൂഡ് 1 lakh, 1,00,000 ഷെയറും കൂടെ നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് 1,60,000 ഷെയറുകളാണ് സ്കീം 1-ൻ്റെ കേസിൽ വരുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ. സ്കീം 1-ൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ 1,60,000 ഷെയറുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1.83 എന്ന് വരും കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1.83 ആണ്. EPS എന്ന് പറഞ്ഞാൽ 1.83. ഇനി സ്കീം 2-ൻ്റെ കേസിലും ഇതുപോലെ തന്നെ ചെയ്യണം. സ്കീം 2-ൻ്റെ കേസിൽ നെറ്റ് ഇൻകം ഇത് 2,79,500 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 30,000 ഇക്വിറ്റി ഷെയർ. അതിൻ്റെ കൂട്ടത്തിൽ എത്രയാണ്? 1 lakh ഇക്വിറ്റി ഷെയർ അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ ആ 1,00,000 ഇക്വിറ്റി ഷെയറും കൂടെ ചേർക്കാൻ മറക്കരുത്. മാർക്കറ്റിലുള്ള ഷെയറാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ 2.15 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ EPS എന്ന് പറഞ്ഞാൽ 2.15 എന്നാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് സ്കീമാണ് പ്രിഫർ ചെയ്യേണ്ടത്? ഇത് പ്രോഫിറ്റ് വെച്ചുള്ള കാൽക്കുലേഷനാണ്. ഇതിൻ്റെ അകത്ത് സ്കീം 2 ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സ്കീം 2 ഈസ് പ്രിഫേർഡ്. കാരണം എന്താണ്? EPS കൂടുതലാണ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ EPS കൂടുതൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? മാഗ്നിഫൈ EPS എന്നാണ് പറയുന്നത്. അപ്പം EPS കൂടുതലുള്ളത് ഏതാണ്? സ്കീം 2-ലാണ്. സോ നമ്മൾ സ്കീം 2 ആണ് ഈ കേസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് EPS വെൻ കമ്പനി മേക്സ് എ ലോസ് ഓഫ് ₹2 lakh. 2,00,000 രൂപ ലോസ് ആണ് വരുന്നതെങ്കിൽ, അതായത് നമുക്കിവിടെ നമ്മളിപ്പോൾ ചെയ്തത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് വെച്ചിട്ടുള്ള കേസ്. ഇത് പ്രോഫിറ്റ്, ഒന്നാമത്തെ കേസ് പ്രോഫിറ്റ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ലോസാണ് നമ്മൾ വെച്ച് ചെയ്യുക. ലോസ് വെച്ചിട്ട കാൽക്കുലേഷനാണ്. നമ്മൾ ഇതുപോലെ തന്നെ സ്കീം 1ഉം സ്കീം 2ഉം ഒക്കെ ഇതുപോലെ തന്നെ കൊടുക്കണം. ഇങ്ങനെ തന്നെ കോളം വരച്ചു. പർട്ടിക്കുലേഴ്സ് സ്കീം 1, സ്കീം 2, സ്കീം 2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എടുക്കേണ്ടത്, നമ്മൾ ഇത് ഫിനാൻഷ്യൽ ലിവറേജ് തന്നെ, ഇതിൻ്റെ അകത്ത് ഒരു വ്യത്യാസവും ഇല്ല, ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ലോസ് എടുത്തിട്ടുള്ള കാൽക്കുലേഷൻ. ഇവിടെ നമുക്ക് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ എത്ര എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? 2,00,000 രൂപയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിതിനെ മൈനസാണ്, ലോസ് ആയതുകൊണ്ട് നമ്മളത് മൈനസാണ്, പ്രോഫിറ്റ് ഇല്ല, അപ്പോൾ മൈനസ് അവിടെ ചെയ്തു.
ഇനി അതിൽ നിന്ന് നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തൊന്നും വ്യത്യാസമില്ല. ലെസ് ഇൻട്രസ്റ്റ്. സ്കീം 1ൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 12/100 ഇൻറ്റു 4 lakh. അതിന് വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ സ്കീം 2ൻ്റെ അകത്ത് 10/100 ഇൻറ്റു 7 lakh. അതിനൊന്നും വ്യത്യാസമില്ല. ചെയ്യുമ്പോൾ നമുക്കിവിടെ 48,000 കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇതും മൈനസാണ്, മൈനസ് ചെയ്യേണ്ടതാണ്. ഇവിടെ 70,000. നമുക്ക് എന്താണ് ഇവിടെ ടോട്ടൽ വരുമ്പോഴത്തേക്കും 2,48,000 എന്ന് വരും. ഇത് 2,70,000 എന്ന് വരും. ഓക്കെ, ഇൻട്രസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇതെന്നതാണ്? EBT അല്ലേ? ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ മൈനസാണ് വരുന്നത്, ശരിക്കും പറഞ്ഞാൽ ലോസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ നമുക്ക് ടാക്സ് ഇല്ല. ടാക്സ് ഉണ്ടോ? ലെസ് ടാക്സ് എന്നാണ് നമ്മുടെ ഫോർമാറ്റ്. പക്ഷേ ടാക്സ് ഒന്നുമില്ല. രണ്ടിടത്തും ലോസ് അല്ലേ. ലോസ് ആയതുകൊണ്ട് നമുക്ക് ടാക്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ എമൗണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം എന്താണ്? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ്. ഇനി നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത പോലെ EPS കാൽക്കുലേറ്റ് ചെയ്യുക. EPS ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യാസം വന്നു. ഇവിടെ എന്ത് വരും? 2,48,000 ആണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല. 1,60,000 സെയിം ആണ്. 1,60,000. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 2,48,000 അല്ല, ഇവിടെ 2,70,000. 2,70,000 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയായിരുന്നു? ഇക്വിറ്റിയും ആദ്യത്തെ ഇഷ്യൂവും ഇപ്പോഴത്തെ ഇഷ്യൂവും കൂടെ ആകുമ്പോൾ 1,30,000. 2,48,000 ബൈ 2,48,000 അതുപോലെ തന്നെ 2,70,000 നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാമത്തെ കേസിൽ -1.55 മറ്റേത് -2.07 ആണ് വരുന്നത്. ഓക്കെ, EPS എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ അത് ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? സ്കീം 1 ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? സ്കീം 1 ഈസ് പ്രിഫേർഡ്. കാരണം ഇവിടെ മൈനസ് കുറവുള്ളത് അവിടെയാണ്. സ്കീം 1 ആണ് പ്രിഫർ ചെയ്യുന്നത്. മറ്റേ കേസിലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ പ്രോഫിറ്റിൻ്റെ കേസിൽ നമ്മൾ സ്കീം 2 ആയിരുന്നു പ്രിഫർ ചെയ്തതെങ്കിൽ ഇവിടെ സ്കീം 1 ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതാണ് കുറവ്, മറ്റേത് കൂടുതൽ ലോസ് ഉണ്ട്. മൈനസ് വാല്യൂ അവിടെ കൂടുതലാണ്. അതുകൊണ്ട് സ്കീം 1 ഇവിടെ പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ 2 പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ 1-2 പ്രോബ്ലംസ് കൊണ്ട് ഞാൻ ചെയ്ത് അയച്ചേക്കാം കേട്ടോ. താങ്ക് യു.